ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്കല്ലൂരിനടുത്ത് വെളയനാട് ഭാഗത്തുള്ളൊരു നല്ലൊരു വീട് കേട്ടോ. ബസ് റൂട്ടിൽ നിന്നും ഒരു 100-150 മീറ്റർ മാത്രം ഉള്ളിലോട്ടായിട്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു നല്ല വീട്. ഇത് കണ്ടില്ലേ, 10 സെൻറ്റിലാണ് ഈ വീട് ഇരിക്കണേ കേട്ടോ. കളറും മങ്ങിയേക്കണമെന്ന് നോക്കണ്ട, അത് അവരിപ്പോൾ താമസമില്ലാത്ത കാരണം വീട് ഔട്ട് സൈഡ് ഇങ്ങനെ കളർ മെയിൻറ്റെയിൻ ചെയ്യാത്തതും കളർ മങ്ങി നിൽക്കണതാണ്. അവർ വന്നിട്ടുണ്ട്, കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ 10 സെൻറ്റിൽ 1300 സ്ക്വയർ ഫീറ്റാണ് വീടിരിക്കുന്നത് കേട്ടോ. ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഉള്ള ഇതാണ് വീടാണ്. ഇത് കണ്ടില്ലേ, നല്ലൊരു സിറ്റ് ഔട്ട് ഉണ്ട് കയറി വരുമ്പോൾ തന്നെ. അതിനോട് ചേർന്ന് നല്ലൊരു കാർ പോർച്ചിൻ്റെ സൈഡിൽ നല്ലൊരു കിണറുണ്ട് കേട്ടോ. പറ്റാത്ത ഏത് വേനയ്ക്കും പറ്റാത്ത കിണർ. അവിടെ നിന്ന് വീണ്ടും നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് പോകണു. ഓക്കെ, സിറ്റ് ഔട്ടിൽ കിടന്ന് കണ്ടില്ലേ, സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ലിവിങ് റൂമിലേക്ക് കടന്നു. നല്ലൊരു ലിവിങ് റൂം. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഡൈനിങ്ങിലേക്ക് കിടക്കുന്നു. ഓക്കെ, ഡൈനിങ്ങിൽ കിടന്ന് ഇത് ചെറിയൊരു ഷെൽഫ് ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കണം കേട്ടോ. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കിടക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു നല്ല വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും ബെഡ്റൂമിലേക്ക് കിടക്കണം. ബെഡ്റൂമിൽ കിടന്ന് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ്, അറ്റാച്ചഡാണ്. ഇവിടെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വീണ്ടും നമ്മൾ ഡൈനിങ് വഴി വീണ്ടും ലിവിങ് റൂമിലേക്ക് കിടക്കണം. അവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കണം കേട്ടോ. ഇത് സെക്കൻഡ് ബെഡ്റൂം. ഈ സെക്കൻഡ് ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. പക്ഷേ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് ഫ്രണ്ടിലേക്ക് മുറ്റത്തേക്ക് ഒരു വിൻഡോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ ലിവിങ്ങിലേക്ക് കിടന്ന് വീണ്ടും മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കണം. മൂന്നാമത്തെ ബെഡ്റൂമും ഈ പറഞ്ഞ പോലെ നല്ല സൗകര്യമുള്ള നല്ല ബെഡ്റൂമാണ് കേട്ടോ. ഇത്തിരി ലൈറ്റിൻ്റെ കുറവുണ്ടെന്നുള്ളൂ. റൂംസൊക്കെ നല്ല തന്നെ അടിപൊളിയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ലിവിങ് റൂമിലേക്ക് കിടക്കണം. ഇത് 1350 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ ടോട്ടൽ വീട് ഇരിക്കുന്നത്. ഇവിടെ നല്ലൊരു ഷോക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് കിടക്കണം. ഇത് കിച്ചൺ കണ്ട നല്ല നീറ്റായിട്ട് നല്ലൊരു കിച്ചനാണ്. എല്ലാ കബോർഡുകളും എല്ലാം മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും എല്ലാ കബോർഡുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഗ്രില്ലാക്കിയിട്ട് നല്ല സേഫായിട്ടുള്ള സംഭവം. അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 32,50,000 രൂപയാണ് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില കേട്ടോ. 32,50,000 രൂപ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് കൊടുക്കുകയാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇത് നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഉൾക്കൊള്ളാവുന്നൊരു വിലയാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഓക്കെ, ഇവിടുന്ന് മറ്റുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ബസ് റൂട്ടിലേക്ക് ഒരു 150-200 മീറ്ററും ദൂരമുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് പള്ളി, സ്കൂള്, അമ്പലമൊക്കെ ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്.
മെയിൻ ടൗണിലേക്കൊക്കെ ഒരു 3 കിലോമീറ്ററൊക്കെ ദൂരമുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ നല്ല കാർ പറിച്ചുണ്ട്. അപ്പോൾ വില എന്ന് പറയുന്നത് 32,50,000. 10 സെൻറ്റ് സ്ഥലം, 1350 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, ഇതിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, ലൈക്കും അമർത്തിക്കോളൂ കേട്ടോ. താങ്ക് യു.